രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ലാബ്സ് MHL. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ മധ്യവേനലവധി മാറ്റം വേണ്ടെന്ന അഭിപ്രായവുമായി ടേബിൾ ടോക്ക്. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് സ്കൂൾ അവധി മാറ്റിയാൽ പ്രായോഗിക തലത്തിലെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുമെന്ന വിഷയത്തിലായിരുന്നു ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന ചൂട് സഹിക്കാൻ കുട്ടികൾക്കും അധ്യാപകർക്കും വളരെ ബുദ്ധിമുട്ടാണെന്നും പല ജില്ലകളിലും പ്രസ്തുത മാസങ്ങളിൽ ജലദൗർലഭ്യം രൂക്ഷമായി അനുഭവപ്പെടുന്നുണ്ടെന്നും സൂര്യാഘാതം പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും ഈ സമയത്ത് ഉണ്ടാകാറുണ്ടെന്നും മാർച്ച് മാസത്തിൽ അക്കാഡമിക് സെഷൻ അവസാനിച്ചാൽ മാത്രമേ ദേശീയ തലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ അവധിയുണ്ടാകുന്നതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരും വിശദീകരിച്ചു. മധ്യവേനലവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാൽ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാണിച്ചു. അവധി എന്നത് കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഉള്ളതാണെന്നും ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്യുന്ന മഴ കാരണം കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതെ വീടുകളിൽ തന്നെ ഇരുന്ന് മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടുകയും ഒപ്പം മൊബൈൽ അഡിക്ഷൻ കൂടി വരികയും ചെയ്യുമെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. സ്കൂൾ ചെയർമാൻ KK സുൽഫി അധ്യക്ഷത വഹിച്ചു. ഒത്തുകൂടിയ ചർച്ചയ്ക്ക് ഹേതുവായ ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ അതല്ലെങ്കിൽ നാം വളർന്നു വരുന്ന കാലഘട്ടം മുതൽ കേൾക്കുന്നത് നമ്മുടെ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതല്ലെങ്കിൽ മധ്യവേനൽ അവധി എന്നുള്ള രീതിയിലാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നതും നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം തന്നെ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ നിന്നുള്ള ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ ഹംസക്കോയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ആ ഒരു വിദ്യാഭ്യാസ മാനേജ്മെന്റ് മീറ്റിംഗിൽ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യം നമ്മുടെ അവധിക്കാലത്തിൻ്റെ മാറ്റുന്നതിനെ കുറിച്ചൊരു ചർച്ച സമൂഹത്തിൽ ഉയർന്നു വരണമെന്നുള്ളതാണ്. നാം ഈ ചർച്ച ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ MESന്റെ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഇത്തരം ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അത്തരമൊരു നിരീക്ഷണങ്ങളുമൊക്കെ എന്തിനു വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കൊരു സർക്കുലർ തരികയും കേരളത്തിലുടനീളമുള്ള എല്ലാ MESന്റെ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള ടേബിൾ ടോക്കുകൾ സംഘടിപ്പിച്ചു വരികയുമാണ്. ചർച്ചയിൽ MES സ്കൂൾ കറസ്പോണ്ടന്റ് ആൻഡ് സെക്രട്ടറി PK അബ്ദുൾ റഹ്മാൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റഫീഖ്, MES ഹൈസ്കൂൾ പ്രധാനാധ്യാപിക അനീസ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും ചർച്ചയിൽ പങ്കെടുത്തു.